ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇനി അടുത്ത കുറച്ച് പാർട്ടായിട്ട് കൊല്ലത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോസാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പം കൊല്ലം പോർട്ടിനടുത്ത് നിൽക്കുകയാണ്. അപ്പം കൊല്ലം പോർട്ടിൽ നിന്ന് കയറ്റി വിടുന്നില്ല, ജസ്റ്റ് നമുക്ക് ദൂരെ നിന്ന് കൊല്ലം പോർട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലോട്ടുള്ള പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീട്ടിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് നമ്മളെ കൊല്ലം പോർട്ട്. പക്ഷേ ഇന്ന് അവിടെ കയറ്റി വിടാത്തതുകൊണ്ട് നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റത്തില്ല. സാധാരണ അടുത്ത് പോയി കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒന്ന് സൂം ചെയ്ത് അടുത്ത് പോയി കാണാം, അതേ ഇപ്പോൾ നടക്കത്തുള്ളൂ. ഇപ്പോൾ 2-3 കപ്പലുകൾ അവിടെ വന്നിട്ടുണ്ട്. ഒരു റിഗുണ്ട്, ഈ കാണുന്നത് റിഗാണ്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് മാറി ഈ ഭാഗത്തായിട്ട് വേറൊരു കപ്പലുണ്ട്, ട്രാൻസേഷ്യ എന്ന് പറഞ്ഞത്. കൊച്ചി പോലെ വലിയ പോർട്ടൊന്നും അല്ല, എങ്കിലും ഒരു ചെറിയ ഒരു പോർട്ടാണ്. ഞാനിപ്പം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലെത്തി. ഇനി നമുക്ക് ഈ ലൈറ്റ് ഹൗസിനകത്തോട്ടൊന്ന് കയറാം. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റെപ്പ് വഴിയാണ് കയറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി ഇവിടെ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ മേപ്പോട്ട് കയറാം. ഇതല്ലേ ലെൻസ് എന്ന് പറയുന്നത്? ഓക്കെ ഓക്കെ, ഈ റൗണ്ട് ഇരിക്കുന്നതാണ് ലെൻസ് അല്ലേ? ഓക്കെ, അതിനകത്തുള്ളതാണ് ഇതിൻ്റെ. ആ ലെൻസ് എടുത്തു. ലവേഴ്സാണ് കൂടുതൽ. അപ്പോൾ അവർക്ക് എനിക്കൊരു നല്ല സേഫ് പ്ലേസ് ആണെന്ന് തോന്നുന്നത് ഇവിടെ വന്നിരിക്കാനേ. വൈകിട്ടൊക്കെ ആരെയും ശല്യമില്ലാത്തൊരു ഏരിയ ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഇവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബ് വേണ്ടെന്ന് കരുതി ഞാൻ ഇതായിട്ട് പോവാണ്. ഓക്കെ, ഇനി ഇതിപ്പോൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കടൽപ്പാലമുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ആ കടൽപ്പാലത്തിന് അങ്ങോട്ടാണ് ഇനി അടുത്ത്. ഇതാണ് തങ്കശ്ശേരിയിലെ കടൽപ്പാലം. ഇത് ഏകദേശം 3 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു പാലം. അപ്പോൾ അവിടം വരെ ഇപ്പം നടക്കാനൊന്നും പറ്റുന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങ് നിർത്താം. ഈ ഏരിയ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഏരിയയിൽ നല്ല കലാകാരന്മാരുണ്ടെന്നതിന് തെളിവായിട്ട് ഈ കടൽപ്പാലത്തിൻ്റെ കുറേ കല്ലുകളിൽ കുറച്ച് പടങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഞാൻ ആ നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ ജസ്റ്റ് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ വരച്ചിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ നെൽസൺ മണ്ടേലയാണ് വരച്ചിരിക്കുന്നത്, ഫ്രീഡം. ഈ വരച്ചിരിക്കുന്ന പടങ്ങൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ എപ്പോൾ വന്നാലും നോക്കുന്ന ഒരു പടമുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ പടമാണ്. നമുക്കൊന്ന് കാണാതെ. ഇതിപ്പോൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇതാരാണെന്ന്. ഇത് വരച്ച ആൾ പേര് എഴുതിയിട്ടുണ്ട്, റോയി എന്ന ആളാണ്. പക്ഷെ ആര് എവിടെയുള്ള ആളാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പുള്ളി വരച്ചിരിക്കുന്നത്. കാരണം നമ്മളെല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ അബ്ദുൽ കലാം സർ. Where is my hobbies? ഹൾക്ക്. ഇവിടെ ഒരു
കോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. നത്തിങ് ഈസ് പെർമനന്റ്, സോ എൻജോയ് നത്തിങ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ കൊല്ലത്ത് വരുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.